Hello all. Next we discuss the section 2.5 prime and composite numbers. Actually prime numbers means these are the building blocks of positive integers. So some positive integers has exactly two positive factors and some have more than two. So when we consider the positive integers, we know what about the factors. For example, for the positive integer 3, we know the only factors of 3 are 1 and 3 itself. That is 3 into 1 or 1 into 3, and there are no other factors for 3. But in the case of 6, we have 1 into 6 and also 2 into 3. That is the factors are 1, 2, 3 and 6. So how can we define prime number? A positive integer greater than 1 is said to be a prime number or simply a prime if its only positive factors are 1 and itself. ഒരു പോസിറ്റീവ് ഇൻറ്റിജറിന് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജറിന് അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് പോസിറ്റീവ് ഫാക്ടേഴ്സായിട്ട് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ എങ്കിൽ വി ക്യാൻ ഓൾസോ റൈറ്റ് 2 ആസ് -1 ഇൻറ്റു -2 or 6 as -3 into -2 like that. So we are for defining we are considering only the positive factors. So if for a number positive integer the only factors are positive factors are 1 and the number itself, then such positive integers are called primes. A positive integer greater than 1 that is not a prime is called a composite number. So പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നു, ഐദർ പ്രൈം ഓർ കോമ്പസിറ്റ്. പ്രൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഡിവൈസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1ഉം ആ നമ്പർ മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതേസമയം അതല്ലാത്തതിനൊക്കെ കോമ്പസിറ്റ് എന്ന് പറയുന്നു. ഇനി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടാണ് പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1 മുതലാണ് പറയുന്നത്. വാട്ട് അബൌട്ട് 1 ഈസ് നൈദർ കോമ്പസിറ്റ് നോർ പ്രൈം എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി എന്ന് പറയും, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഓർ യൂണിറ്റ് എന്ന് പറയുന്നു. ഇനി ഫസ്റ്റ് 10 പ്രൈംസ്, ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം വി നോ ഇറ്റ് ഈസ് 2, ദെൻ 3 ഈസ് ദർ, ദെൻ 5, 7, 9 ഈസ് നോട്ട് എ പ്രൈം ബിക്കോസ് 3 into 3 ഈക്വൽ ടു 9. 1ഉം 9ഉം അല്ലാത്ത ഫാക്ടേഴ്സ് 3 ഉണ്ട് 9. സോ ദിസ് ഇസ് നോട്ട് എ പ്രൈം. ദെൻ അടുത്ത പ്രൈം വരുന്നത് 11 ആണ്, ദെൻ 13, ദെൻ 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല, ദെൻ 17, ദെൻ 19, ദെൻ 20 ഇല്ല, 21 ഇല്ല, 22 ഇല്ല, 23 ആൻഡ് 29. So these are the first 10 prime numbers, possible prime numbers. Okay. So the set of positive integers, the total positive integers നമുക്ക് 3 സെറ്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്യാം. ഒന്ന് സെറ്റ് കണ്ടെയ്നിങ്, അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ 3 പാർട്ടീഷൻസ് ചെയ്യാം. ഒന്ന് സിംഗിൾ സെറ്റ് 1, ദെൻ പ്രൈംസ് ആൻഡ് ദെൻ കോമ്പസിറ്റ് ഇൻറ്റിജേഴ്സ് ലൈക്ക് ദാറ്റ്. സെറ്റ് ഓഫ് പ്രൈംസ്, സെറ്റ് ഓഫ് കോമ്പസിറ്റ് നമ്പേഴ്സ്. നൗ പ്രൈം നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് 10 പ്രൈം നമ്പേഴ്സ് നമ്മൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ് ചെയ്തു. ഇനി പ്രൈം നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഫൈനൈറ്റ് ആണോ എന്നെല്ലാം നമുക്കറിയേണ്ടതുണ്ട്. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിഫൈൻ വി പ്രൂവ് സം ലെമ്മ. സോ വാട്ട് ഇസ് ദ ലെമ്മ? എവറി ഇൻറ്റിജർ n greater than or equal to 2 has a prime factor. ഏതൊരു ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എടുത്താലും അതിന് പ്രൈം ഫാക്ടർ ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് 2 മുതൽ അങ്ങോട്ടുള്ള ഏതൊരു ഇൻറ്റിജർ കൺസിഡർ ചെയ്താലും അതിന് പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മുതലുള്ളതാണ്. സോ വാട്ട് അബൌട്ട്, നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് സ്ട്രോങ് ഇൻഡക്ഷൻ വഴിയാണ്. സോ ഫസ്റ്റ് എന്ത് വേണം, ഒരു ബേസ് സ്റ്റെപ്പ് വേണം, അതായത് n ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇത് ട്രൂ ആണെന്ന് പറയണം. സോ ഫോർ n ഈക്വൽ ടു 2 എടുത്താൽ ഈസ് ഇറ്റ് ഹാസ് എ പ്രൈം ഫാക്ടർ? യാ, 2 ഈസ് 2 into 1, സോ 2 ഈസ് എ പ്രൈം നമ്പർ. സോ ദാറ്റ് 2 ഹാസ് എ പ്രൈം ഫാക്ടർ 2 ഇറ്റ് സെൽഫ്. സോ ഇത് ട്രൂ ആണ്, n ഈക്വൽ ടു 2ന് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്.
പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് എവറി ഇൻറ്റിജർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഹാസ് എ പ്രൈം ഫാക്ടർ. സോ ഇറ്റ് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു 2. Now induction hypothesis. Assume that it is true for every positive integer n less than or equal to k, or k greater than or equal to 2. Now consider the integer k plus 1. അതായത് k വരെയുള്ള ഇൻറ്റിജേഴ്സിന് എന്താണ് പ്രൈം ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, n ഈക്വൽ ടു k വരെ. ഇനി n ഈക്വൽ ടു k പ്ലസ് 1നും പ്രൈം ഫാക്ടർ ഉണ്ടെന്ന് പറയണം. ഓക്കെ, അപ്പോൾ k പ്ലസ് 1 എന്നുള്ള നമ്പർ ഐദർ പ്രൈം ആയിരിക്കാം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആയിരിക്കാം. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഈസ് പ്രൈം? അപ്പോൾ പ്രൈം ആണെങ്കിൽ k പ്ലസ് 1നെ എങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ നമ്മൾ കേസ് 1 ആയിട്ട് ഇഫ് k പ്ലസ് 1 ഈസ് പ്രൈം എന്ന് പറയും. സോ k പ്ലസ് 1നെ k പ്ലസ് 1 ഇൻറ്റു 1 എന്ന് എഴുതാം. സോ ഇറ്റ് ഹാസ് എഗെയിൻ എ പ്രൈം ഫാക്ടർ k പ്ലസ് 1 ഇറ്റ് സെൽഫ്. ഇനി k പ്ലസ് 1 പ്രൈം അല്ലെങ്കിൽ ഇഫ് k പ്ലസ് 1 ഈസ് നോട്ട് എ പ്രൈം, ദെൻ ഇതെന്ത് നമ്പർ ആയിരിക്കും? ഇറ്റ് മസ്റ്റ് ബി എ കോമ്പോസിറ്റ് നമ്പർ. പ്രൈം അല്ലാത്ത നമ്പേഴ്സിന് നമ്മൾ കോമ്പോസിറ്റ് എന്ന് പറയുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിന് എന്തുണ്ടാവും? ഒരു ഫാക്ടർ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആ നമ്പറോ വണ്ണോ അല്ലാത്തൊരു ഫാക്ടർ എന്തായാലും അതിന് എക്സിസ്റ്റ് ചെയ്യും. സോ ദ നമ്പർ മസ്റ്റ് k പ്ലസ് 1 മസ്റ്റ് ഹാവ് എ ഫാക്ടർ d വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആയിട്ട് ഒരു ഫാക്ടർ ഇതിന് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ k എന്നുള്ളത് d എന്നുള്ളത് എന്താണ്? kനേക്കാളും ചെറുതായിട്ടുള്ള ഒരു നമ്പറാണ്. സോ ബൈ അവർ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആയിട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സിനും പ്രൈം ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇൻ ടോട്ടൽ വി ഗെറ്റ് d ഹാസ് എ പ്രൈം ഫാക്ടർ എന്ന് വരും. d ഹാസ് എ പ്രൈം ഫാക്ടർ p. let it be p. so d എന്നുള്ളത് എന്താണ്? p ഇൻറ്റു സം നമ്പർ എന്നാണ്. let it be some p into some m. let it be p into some m. then k plus 1, since it is composite, we have taken it as it has a factor d into some, let it be m2, and d is actually p into m1 into m2, where p is a prime factor. So in total we have k plus 1 has a prime factor p. So d has a prime factor of p. So p is a factor of k plus 1. Thus by this strong version of induction, it is true that every integer n greater than or equal to 2 has a prime factor. And we know that every prime factors, or the number of primes are infinite. These are not finite in quantity. They are in infinite number of primes are there. This result was proved by Euclid in his famous book Elements. Okay, now using the above lemma, we are trying to prove that there are infinite number of primes. There are infinitely many primes by Euclid. This is a very important result. There are infinitely many primes. അപ്പോൾ പ്രൂഫ് ഈസ് അഗെയിൻ ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ് ഉണ്ടെന്നാണ്, അതായത് നമ്പർ ഓഫ് പ്രൈംസ് ഇൻഫിനിറ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ സപ്പോസ് ഓൺ ദ കോൺട്രറി ദാറ്റ് നമ്പർ ഓഫ് പ്രൈംസ് ഈസ് ഫൈനൈറ്റ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്പർ ഓഫ് പ്രൈംസ് ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് എത്ര ഉണ്ടെന്ന് എണ്ണാൻ പറ്റും. ലെറ്റ് ഇറ്റ് ബി p1 p2 എക്സെട്ര p സ്മോൾ n. ഇതാണ് ആകെയുള്ള പ്രൈംസ്, n പ്രൈംസ് ആണ് ഉള്ളതെന്ന് അസ്യൂം ചെയ്തു. നൗ കൺസിഡർ ആൻ ഇൻറ്റിജർ ക്യാപിറ്റൽ N. നമ്മളൊരു ഇൻറ്റിജർ ഡിഫൈൻ ചെയ്യുന്നു, p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pn പ്ലസ് 1. സോ നമ്പർ ഓഫ് പ്രൈംസ് എന്തായാലും ഫൈനൈറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഒരു നമ്പർ ഇൻറ്റിജർ n ഡിഫൈൻ ചെയ്തു. നൗ വാട്ട് അബൌട്ട് n? n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. വൈ? n എന്തായാലും 2നേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും. കാരണം വി നോ ദ ലീസ്റ്റ് പ്രൈം ഈസ് 2 ഇറ്റ് സെൽഫ്. സോ n 2 ആണെങ്കിൽ ബാക്കിയെല്ലാം ഒറ്റ പ്രൈം ആണെങ്കിൽ
എന്താ സംഭവിക്കുക, 2 + 1 3, അതായത് മിനിമം 3 എങ്കിലും വരും. സോ n ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. So n is greater than or equal to 2. So by lemma n has a prime factor അല്ലേ. സോ n എന്താണ്, ഡിവിസിബിൾ ബൈ നേരത്തെ പറഞ്ഞത് പ്രകാരം n ഹാസ് എ പ്രൈം ഫാക്ടർ ആൻഡ് ലെറ്റ് n ബി ഡിവിസിബിൾ ബൈ പി ഐ ഫോർ സം ഐ. നമുക്കറിയാം നമ്മൾ എടുത്തിട്ടുള്ള പ്രൈംസ് എന്ന് പറഞ്ഞാൽ P1 P2 എക്സെട്ര Pn ആണ്. അപ്പോൾ എന്നിനൊരു പ്രൈം ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ P1 P2 എക്സെട്ര Pnൽ ഏതോ ഒന്നായിരിക്കും. സോ n ഈസ് ഡിവിസിബിൾ ബൈ സം പി ഐ ഫോർ സം ഐ, ഏതോ ഒരു ഐക്ക് പി ഐ എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫാക്ടറാണ്, എന്നിൻ്റെ ഫാക്ടറാണെന്ന് എടുത്തു. ഓക്കെ, where 1 less than or equal to I less than or equal to n. So n is equal to n has a prime factor pi. So pi divides, അത് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം, pi divides capital N എന്ന് പറയാം. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, വി നോ പി ഐ എന്നുള്ളത് ഈ P1 P2 എക്സെട്ര Pnൽ ഏതോ ഒരു നമ്പറാണല്ലോ. സോ പി ഐ ഡിവൈഡ്സ് ഇതിൻ്റെ പ്രൊഡക്റ്റും P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pn. സോ പി ഐ ഡിവൈഡ്സ് എന്നും ആണ്, പി ഐ ഡിവൈഡ്സ് P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pn ആണ്, ഇൻറ്റു. ആൻഡ് വി ഹാവ് ഡിഫൈൻഡ് n ആസ് P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pn പ്ലസ് 1, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ n മൈനസ് P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pn ഈക്വൽ ടു 1 ആണ്. ആൻഡ് വി നോ ഇഫ് Pi ഡിവൈഡ്സ് n ആൻഡ് Pi ഡിവൈഡ്സ് P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര n, ദെൻ Pi ഡിവൈഡ്സ് ഇതിൻ്റെ ഏത് രണ്ട് ലീനിയർ കോമ്പിനേഷനെയും ഡിവൈഡ് ചെയ്യും. അത് ഡിവിസിബിലിറ്റീൻ്റെ പ്രോപ്പർട്ടിയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ Pi ഡിവൈഡ്സ് n മൈനസ് P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pn, ഒരു ലീനിയർ കോമ്പിനേഷനെയും ഡിവൈഡ് ചെയ്യുന്നു. Now what is n minus P1 into P2 into etc. into Pn? That is 1. So we have Pi divides 1 എന്ന് വരും. Pi എന്ന് പറഞ്ഞാൽ എന്താണ്, but Pi is the least value of Pi is 2 അല്ലേ. So 2 divides 1 എന്ന് പറഞ്ഞാൽ it's a wrong statement, or Pi is a prime. That number does not divide 1. 1നെ ഡിവൈഡ് ചെയ്യില്ല. 1നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1 is equal to some Pi into some integer എന്ന് പറയണം. It's a wrong statement. So this is a contradiction, and this contradiction proves our result. That is, there are infinitely many primes. നമ്മൾ ആ ഒരു ലെമ്മ മാത്രമാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. പ്രൂഫ് ഒന്നുകൂടി പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ് ഉണ്ടെന്നാണ്. സോ നമ്മൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ എടുത്തു. നമ്പർ ഓഫ് പ്രൈംസ് എന്നുള്ളത് ഫൈനൈറ്റ് ആണ്. ലെറ്റ് ഇറ്റ് ബി P1 P2 എക്സെട്ര Pn, n എണ്ണാണ് ഉള്ളതെന്ന് എടുത്തു. ഇനി കൺസിഡർ ദ ഇൻറ്റിജർ, നമ്മളൊരു ഇൻറ്റിജർ ഡിഫൈൻ ചെയ്യാണ് ചെയ്തത്. ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു എങ്ങനെ എടുത്തു, P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര, ഈ എല്ലാ പ്രൈമിൻ്റെയും പ്രൊഡക്റ്റ് പ്ലസ് അതിനോട് 1 ആഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. സോ ബൈ എബോവ് ലെമ്മ ഇറ്റ് ഹാസ് എ പ്രൈം ഫാക്ടർ, അതിനൊരു പ്രൈം ഫാക്ടർ ഉണ്ട്. ഓർ n ഈസ് ഡിവിസിബിൾ ബൈ സം പ്രൈം. Let it be Pi for some I, where 1 less than or equal to I less than or equal to n. So Pi divides n ആണ്. Also Pi divides the product of primes P1 P2 etc. Pn. ഇനി we know if D divides A and D divides B ആണെങ്കിൽ D divides alpha A plus beta B, ഇതിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസിനെയും ഡിവൈഡ് ചെയ്യും. സോ അതേ പ്രോപ്പർട്ടീനെ നമ്മൾ ഉപയോഗിച്ചു. Pi divides n, Pi divides the product. So Pi divides the difference also. Then ആ ഡിഫറൻസ് എന്താണ്, 1 ആണ്. സോ Pi divides 1 എന്ന് വരും, which is not possible because Pi is a prime number. So our assumption is wrong. That means there is a prime. Pi is a prime. So this about the Euclid number of primes is infinite.